സദൃശ്യവാക്യങ്ങൾ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ 20-ാമത്തെ പുസ്തകമായ സദൃശവാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൻ്റെ ജനത്തെ നന്നായി ഭരിക്കുവാനുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ദാവീദിന്റെ മകനായ ശലോമോനാണ് ഈ സദൃശവാക്യങ്ങളുടെ രചയിതാവ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം ശലോമോൻ 3000 സദൃശവാക്യങ്ങൾ രചിച്ചു. അതിൽ നിന്ന് നമുക്ക് പരിജ്ഞാനം, നീതി, ന്യായം എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും സതുപദേശം സമ്പാദിക്കാനുമായി ചിലത് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എങ്ങനെ ജ്ഞാനത്തോടെ നടക്കണം എന്നും നല്ല തീരുമാനങ്ങളെ എങ്ങനെ എടുക്കണം എന്നും നമുക്ക് ഉപദേശിച്ചു തരുന്നു. സദൃശവാക്യങ്ങളുടെ പൊതുവായ ഇതിവൃത്തം ജ്ഞാനം സമ്പാദിക്കുക എന്നതാണ്. അതിൻ്റെ ആദ്യപടി യഹോഭക്തി തന്നെയാണ് എന്ന് ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ജ്ഞാനി തൻ്റെ നടപ്പ് എങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത് പോലെ തന്നെ ഒരു ഭോഷൻ ആരാണെന്നും അവൻ്റെ അവസാനം എന്താണെന്നും ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജ്ഞാനവും ഭോഷത്വവും എന്ന വിഷയങ്ങൾക്ക് പുറമെ വേറെയും പല വിഷയങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദിനംപ്രതി കാണുന്ന വസ്തുക്കളെയും അഭിമുഖീകരിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെയും ആസ്പദമാക്കി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജീവിതത്തെ നമുക്ക് എങ്ങനെ നയിക്കാം എന്ന് ദൈവം കാണിച്ചു തരുന്നു. ഈ പുസ്തകത്തിൽ ശലോമോന്റെ മഹത് വചനങ്ങൾക്ക് പുറമെ ആഗൂരിന്റെ വചനങ്ങളും രാജാവായ ലെമുവേലിന് തൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത വചനങ്ങളും ഉണ്ട്. 31 അധ്യായങ്ങളുള്ള ഈ പുസ്തകം ശ്രദ്ധയോടെ വായിച്ചാൽ ദൈവത്തിന് നാം എങ്ങനെ ജീവിക്കണം എന്നതാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയും. ഈ പുസ്തകം അതിന് നമ്മെ തീർച്ചയായും സഹായിക്കും. ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ശലോമോൻ തന്നെ എഴുതിയ പുസ്തകമായ സഭാപ്രസംഗിയിലേക്ക് നമുക്ക് കടക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.